ആദർശനോടും ജയനോടും ദേവയാനി പറയുന്നുണ്ട്, എല്ലാം ശരിയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്ന് കരുതി അവൾ എന്നോട് എതിർത്താലോ എന്റെ തലയിൽ കയറി ഇരിക്കാൻ ശ്രമിച്ചാലോ അവളെ ഞാൻ അവളെ വീട്ടിലോട്ട് അങ്ങ് പറഞ്ഞു വിടും. അതവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാ. മര്യാദയ്ക്ക് ഇവിടെ നിന്നാല് അവൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ എന്നും പറഞ്ഞ് ദേവയാനി പോകുന്നുണ്ട്. ജയനാണെങ്കില് ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ അപ്പ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. കരള് തന്ന പെൺകുട്ടി നയനയാണെന്ന് അറിയാതെയാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ. ഇനി എത്രയും വേഗം നീ ഒരു പെൺകുട്ടിയെ കണ്ടെത്ത്. അച്ഛൻ എന്താ അച്ഛാ പറയുന്നേ? അല്ല, കരള് തന്ന പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ വേറൊരു പെൺകുട്ടിയെ കണ്ടെത്ത് എന്നും പറഞ്ഞ് ജയൻ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഇതിനോടൊന്നും ആദർശിന് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. പിന്നീടായിട്ട് കാണിക്കുന്നത് നയന നവ്യയെ കാണാനായിട്ട് റൂമിലോട്ട് വരുന്നതാണ്. നവ്യയാണെങ്കില് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് ഇരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നയന വരാ. പെട്ടെന്ന് നയനയെ കാണുമ്പോ, ആ നയനെ നീ വന്നോ? നിന്റെ വാശിയൊക്കെ മറന്ന് നീ തിരികെ വന്നോ? നീയല്ലേ പറഞ്ഞത് നിന്റെ അമ്മായിമ്മ വിളിക്കാതെ ഇങ്ങോട്ട് വരില്ല എന്ന്? ഇപ്പോ എല്ലാവരെയും കാണാനായിട്ട് വന്നതാണോ? അല്ല ചേച്ചി, ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് വന്നതാ. എന്നെ വിളിക്കാൻ വന്നത് ആരാണെന്ന് അറിഞ്ഞാലേ ചേച്ചി ഞെട്ടും. ആരാ നിന്നെ വിളിക്കാൻ വന്നേ? എന്റെ അമ്മായിമ്മ തന്നെയാ എന്നെ വിളിക്കാനായിട്ട് വന്ന്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ആരോടും പറയാതെയാ അമ്മ എന്നെ വിളിക്കാൻ വന്നത്. അപ്പൊ വല്യമ്മ നീയാണ് ലിവർ തന്നേന്ന് മനസ്സിലാക്കിയോ? ഏയ് അങ്ങനെയൊന്നുമല്ല. അമ്മയ്ക്ക് എന്നോട് ഒരു തരി പോലും സ്നേഹം കൂടിയിട്ടൊന്നുമില്ല. പഴയ പോലെ തന്നെയാ. പിന്നെ ആദർശേട്ടനെ ഓർത്തിട്ടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആദർശേട്ടനാണെങ്കിൽ രാത്രി ഉറക്കമില്ലാതെ നടക്കുന്നതും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒക്കെ ഓരോരോ കാര്യം കൊണ്ടാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ആദർശേട്ടനാണെങ്കിൽ വലിയ സങ്കടത്തിലായിരുന്നു നീ ഇങ്ങോട്ട് വരാത്തതില്. ഇപ്പൊ പിന്നെ സന്തോഷമായി കാണുമല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്നിങ്ങോട്ട് വന്നാ മതിയെന്ന് കരുതിയിരിക്കായിരുന്നു. അമ്മ ഒന്ന് വിളിച്ചെങ്കിലെന്ന് പലതവണ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ അമ്മ എന്നെ വിളിച്ചല്ലോ. എന്തായാലും നിന്റെ അമ്മായിമ്മ തന്നെ നിന്നെ വിളിക്കാനായിട്ട് വന്നല്ലോ എന്നൊക്കെ നവ്യ പറയുമ്പോഴായിരിക്കും ജലജയും അഭിയും വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ, ചേച്ചി അനിയത്തിയും കൂടെ അനിയത്തി വന്നതിന്റെ സന്തോഷം ആഘോഷിക്കുകയാണോ? അതെ, അത് തന്നെയാ. അനിയത്തി വന്ന കാരണം നിനക്ക് അഹങ്കാരം കൂടി കാണും അല്ലേ? അതെ, എന്താ നിങ്ങൾക്കിപ്പോ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നയനയോട്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഏട്ടത്തി നിന്നെ വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏട്ടത്തി കൊണ്ടുവന്നതിലേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ഈ വീട്ടിലെല്ലാവരും സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് ഏട്ടത്തിക്കറിയാം. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇല്ലാതാക്കാനായിരിക്കും ഏട്ടത്തിയുടെ പുറപ്പാട്. അതെ, ഒരിക്കലും അമ്മായി ചെയ്യില്ല. നിങ്ങളുടെ സ്വഭാവമല്ല. ആരോടെങ്കിലും ദേഷ്യമുണ്ടെന്ന് കരുതിയിട്ടേ അമ്മായി ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല. നേരെ മറിച്ച് നിങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യും. ഞാനാണ് എൻ്റെ വീട്ടില് പിണങ്ങിപ്പോയി നിൽക്കുന്നേ, നിങ്ങൾ എന്നെ വിളിക്കാനായിട്ട് വന്നാ അങ്ങനെ സംശയിക്കാം. ഇതൊരിക്കലും നടക്കില്ല. നിങ്ങൾ വെറുതെ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഇത് കേട്ട് നയന പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അമ്മ എന്നെ വിളിക്കാൻ വന്നു. ഇനി ഇവിടെ കൊണ്ടുവന്ന് എന്നെ കൊല്ലിയെ തിന്നെ എന്ത് വേണേ ചെയ്തോട്ടെ, ഞാനതങ്ങ് സഹിച്ചോളാം എന്നും പറഞ്ഞ് നയന അങ്ങ് പോകുന്നുണ്ട്. എന്നാ നവ്യ ജലജയോട് പറയുന്നുണ്ട്, വയറ് നിറച്ച് അവള് തന്നില്ലേ, ഇനിയൊന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവോ? ഇതേ എന്റെ റൂമാ. നീ ഇവിടെ നിന്നോ. നിന്റെ അമ്മയോടെ ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ്. നിന്നെ ഇത്രയും മോശമായിട്ട് വളർത്തിയ നിന്റെ അമ്മയോട്. എടാ, ഇവളുടെ വായല്ലേ വല്ല തുണിയും കുത്തിക്കെറ്റ്, അല്ലെങ്കിൽ ഇവൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നും പറഞ്ഞ് ജലജ പോകുന്നുണ്ട്. നവ്യാണെങ്കിൽ അബിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കെന്റെ വായിൽ തുണി കുത്തിക്കയറ്റാൻ തോന്നുന്നുണ്ടോ? എന്നാ നീ അത് ചെയ്യുവോ? ഇനിയിപ്പോ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിന്റെ അനിയത്തി ഇങ്ങോട്ട് വന്നില്ലേ, ഇനിയിപ്പോ രണ്ടാളും കൂടെ ഇവിടെ മറച്ചു വെക്കില്ലേ? അതെ, അങ്ങനെ തന്നെയാ ചെയ്യാൻ പോകുന്നേ. അവളിങ്ങോട്ട് വന്നതേ വെറുതെയല്ല. എനിക്ക് നിനക്ക് ഈ വീട്ടിലുള്ളതിനേക്കാൾ 100 മടങ്ങ് അധികാരത്തോടെയാ അവൾ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. അവളെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറച്ച് എന്തോ ഒരു ഡിസൈൻ ഉണ്ടാക്കി അതിന് കോടികളുടെ ലാഭം കിട്ടി. അത് നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. അപ്പൊ പിന്നെ നീ വല്ലാണ്ട് അങ്ങ് സംസാരിക്കണ്ട എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് അടുക്കളയില് ദേവിയാനി നയനയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ പാചകം ചെയ്യുമായിരിക്കും. അങ്ങോട്ടേക്ക് ജാനകിയും ജലജയും വരുന്നുണ്ട്. ഏട്ടത്തി എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ? ഇവിടെ ജോലി ചെയ്യാനല്ലേ ഏട്ടത്തിയെ നയനയെ കൊണ്ടുവന്നിരിക്കുന്നേ. പിന്നെന്തിനാ ഏട്ടത്തി അടുക്കള കയറുന്നേ? ഇപ്പൊ തന്നെ ഏട്ടത്തി ഇതുപോലെ ജോലിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുവാണ്. ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, എനിക്കിപ്പോ ഒരു പ്രശ്നവുമില്ല. ചെറുതായിട്ടൊക്കെ ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ ഇപ്പം എന്നെ കൊണ്ട് സാധിക്കും. ഇനി തൊട്ട് ഞാൻ തന്നെയാ അടുക്കള കയറുന്നത്. ജാനകി വന്നപ്പോൾ എങ്ങനെയാണെന്ന് ജാനകിക്ക് അറിയില്ലേ? അതെന്താ ഏട്ടത്തി? അല്ല, അമ്മയായിരുന്നു ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എന്തെങ്കിലുമൊക്കെ സഹായിക്കാന്നല്ലാതെ നമ്മളായിട്ട് ഒന്നും അമ്മയ്ക്ക് ചെയ്തു കൊടുത്തിരുന്നില്ല. അടുക്കള ജോലിയാണെങ്കിൽ വേലക്കാരിയെ കൊണ്ട് ചെയ്യിക്കൂല. അമ്മയ്ക്ക് അവശതയായപ്പോഴാ അമ്മ അടുക്കള ജോലിയിൽ നിന്ന് മാറി നിന്നേ. പിന്നീടാ നമ്മളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഇതിപ്പോ എന്നെ കൊണ്ടിപ്പോ ചെയ്യാനൊക്കെ സാധിക്കും. ഞാൻ തന്നെയാ ഇനി തൊട്ട് അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടില് ഒരുപാട് ആൾക്കാരുള്ളതാ. എല്ലാവർക്കുള്ള ആഹാരമൊക്കെ തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടാം. എന്നെ സഹായിക്കാം മനസ്സുണ്ടെങ്കിൽ മാത്രം.
അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. അമ്മ എന്തിനാ ജോലിയൊക്കെ ചെയ്യുന്നേ? എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ ചെയ്യില്ലായിരുന്നോ? തമ്പുരാട്ടി റൂമിൽ നിന്ന് ഇറങ്ങിയാലല്ലേ ഈ ജോലിയൊക്കെ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാ ഏട്ടത്തി അടുക്കള കയറിയത്. മര്യാദയ്ക്ക് ജോലിയൊക്കെ ചെയ്യുന്ന ജലജ പറയുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇതിപ്പോ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് അതിന് മാത്രം വയ്യായൊന്നുമില്ല. പിന്നെ ഇവളുണ്ടാക്കണ ഭക്ഷണം എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നേ. ഇത് കേട്ട് ജലജ എണ്ണിപ്പെറുക്കി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്, കൂടെ ജാനകിയും. എന്നാ നയന വന്ന് ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മ എന്തിനാ എല്ലാവരും മുൻപിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെയാണെങ്കിൽ എന്തിനാ അമ്മ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അമ്മയ്ക്കിപ്പോഴും എന്നെ സംശയമാണ് അല്ലേ? ഞാനാണ് പാലിലെ വിഷം കലർത്തിയെന്ന് അമ്മയുടെ മനസ്സിലുണ്ടോ? അതുകൊണ്ടാണോ ഇപ്പോഴും എന്നോട് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുന്നേ? ഞാൻ എന്തെങ്കിലും കലർത്തി തരുമെന്ന് പേടിച്ചാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അമ്മയ്ക്കിപ്പോൾ ജോലി ചെയ്യാനൊന്നും പറ്റില്ല അമ്മേ. അമ്മ മാറി നിൽക്ക്, ഞാൻ ചെയ്തോളാം. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. എനിക്ക് വയ്യായുണ്ടോ എന്നൊക്കെ നീയാണോ പറയണ്ടേ? എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ അമ്മേ ഞാൻ ഇവിടുന്ന് പോവാം. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നീ ഇവിടുന്ന് പോവാനോ? ഏയ്, അതൊന്നും വേണ്ട. നിന്നെ പോവാനായിട്ടാണോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നീ ഇവിടെ തന്നെ നിൽക്കണം. നീ പോയിട്ടേ റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്കാൻ എനിക്ക് എന്താ അമ്മേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും നീ പോയിട്ട് അവിടെ ഇരിക്കുക. ഞാൻ ചെയ്തോളാം. എന്നെ സഹായിക്കാനായിട്ടൊന്നും ഇവിടെ നിൽക്കണ്ട. എൻ്റെ മോനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വേണ്ടിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് കരുതിയിട്ട് നിന്റെ മുഖം എപ്പോഴും കണ്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ്. നീ പോയിട്ട് റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞ് നയനയെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീടായിട്ട് ദേവിയാനി ഇങ്ങനെ പറയുന്നുണ്ട് നയന പോയ സമയത്ത്, മോളിനി ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ ഈ അമ്മ സമ്മതിക്കില്ല. മോൾക്ക് വേണ്ടിയിട്ട് ഉള്ള കാലം ഭക്ഷണം ഉണ്ടാക്കി മോളുടെ വേലക്കാരിയായി ജീവിക്കാനാ അമ്മയ്ക്ക് താല്പര്യം എന്ന് ദേവിയാനി പറയാ. അനാമിക ഇതൊക്കെ ഓർത്ത് ദേഷ്യത്തിലിരിക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് കൂടോത്രം തന്നെയാ. ഇതല്ലാതെ പിന്നെ എന്തു പറയാനാ എന്നൊക്കെ പറഞ്ഞ് ജാനകിയും ജലജയും വരുന്നുണ്ട്. മോളെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മോള് കാണുന്നുണ്ടോ? ഇപ്പൊ അതാ നിന്റെ വല്യമ്മ അടുക്കള കയറിയിരിക്കുക. അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതേ വല്യമ്മയാ. എന്നാൽ ഈ വല്യമ്മയുടെ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വന്ന സമയത്ത് തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. അത് ചിലപ്പോ അനി വിളിച്ചു പറഞ്ഞു കാണും അവളെടുത്ത്. ഞാനിതാ അനാമികയെ കൊണ്ടുവരാൻ പോവാണ്, ഏട്ടത്തി വേഗം ഇങ്ങോട്ട് വരാനായിട്ട്. എന്നാലല്ലേ മോളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും തുരത്താൻ പറ്റുമോ? അതുകൊണ്ട് അവരൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ഏട്ടത്തിയാണെങ്കിൽ മോള് വരുന്ന അതേ സമയത്ത് അവളെ വിളിക്കാനായിട്ടും പോയി. ഇനിയിപ്പോൾ ചേച്ചി അനിയത്തിയും കൂടെ കിട്ടുന്ന സമയത്തൊക്കെ എന്നെ കളിയാക്കാൻ വേണ്ടി നടക്കും. ഇനി എന്തെങ്കിലും എന്നെ പറഞ്ഞാ ഞാൻ അപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂട്ടാ അമ്മേ എന്ന് ജാനകിയോട് പറയാ. മോളെ, അത് തന്നെയാ അവർക്ക് വേണ്ടത്. മോൾ ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങരുത്. മോളെ എൻ്റെ മരുമകളാ. മോൾക്ക് ഇവിടെ സ്ഥാനമില്ലെങ്കിൽ ഞാൻ എന്തായാലും അവൾമാരെയൊന്നും വെറുതെ വിടില്ല. അവളെ കൊന്ന് ഞാനങ്ങ് ജയിലിൽ പോവും. മോൾ അതൊന്നും ഓർക്കണ്ട. മോളുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. അങ്ങനെ ജാനകി അവിടെ നിന്ന് പോവാ. പിന്നീട് ജലജ പറയുന്നുണ്ട്, എൻ്റെ മരുമകളെക്കുറിച്ച് നിനക്കറിയാലോ. അവളെ കൊണ്ടൊരു സ്വസ്ഥത എനിക്കില്ല. അവളെയും അവളുടെ അനിയത്തെയും പുറത്താക്കുന്ന ഏതൊരു പരിപാടിക്കും ഈ അപ്പച്ചി ഉണ്ടായിരിക്കും. അപ്പച്ചി കൂടെ തന്നെ ഉണ്ടാവും എന്ന് ജലജയും പോകുന്നുണ്ട്. പിന്നീടായിട്ട് അനാമിക അച്ഛനോടും അമ്മയോടും നയന വന്ന വിവരമൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് രേവതി വന്ന് വേണുവേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാ. വേണുവേട്ടൻ, നിങ്ങൾ അറിഞ്ഞോ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ? എന്താ, നമ്മുടെ മോള് വന്ന അതേ സമയത്ത് തന്നെ അവളും വന്നിട്ടുണ്ട്. ആര്? ആ അനന്തപുരിയിലെ മൂത്ത മരുമകളില്ലേ നയന, അവള് തന്നെ. അവളോ? അവള് തിരികെ എത്തിയോ? കൊണ്ടുവന്നത് ആരാണെന്ന് അറിഞ്ഞാ വേണുവേട്ടൻ ഞെട്ടും. അവളുടെ ശത്രു തന്നെ, അവളുടെ അമ്മായിയമ്മ. അമ്മായിയമ്മയോ? അത് നടക്കാൻ വഴിയില്ലല്ലോ. അവിടെ ആദർശിന് ഉറക്കമില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും അവളെ കാണാതെ പറ്റില്ല എന്നുള്ളതുകൊണ്ടാ അവളെ വിളിച്ചോണ്ട് വന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. അതുകൊണ്ടായിരിക്കും ദേവിയാനി വിളിച്ചു വന്നത്. അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല. നീ ഒരു കാര്യം മോളോട് പറയേ, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വരരുതെന്ന്. അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ടേ നീ മോളെടുത്ത് പറയണം. അതൊക്കെ ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മോളുടെ അവസ്ഥ ഇപ്പൊ വല്ലാത്തൊരു സാഹചര്യ. എന്തായാലും നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? അതൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് പോവാം എന്നൊക്കെ വേണുവും രേവതിയും തീരുമാനിക്കുന്നുണ്ട്. പിന്നീടായിട്ട് അനാമിക ദേഷ്യത്തോടു കൂടി നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. നീ ഇവിടെ ഇങ്ങനെ ചുമ്മാതിരുന്നോ? വല്യമ്മ നിനക്ക് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നുണ്ടല്ലോ. നിനക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനാണോ വല്യമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എനിക്കറിയില്ല അനാമികെ, ഞാൻ പറഞ്ഞതാ ജോലിയൊക്കെ ചെയ്യാമെന്ന്. അമ്മയെ പറഞ്ഞു വേണ്ട എന്ന്. നീ ചെയ്യാത്ത കാരണം വല്യമ്മ ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ വല്യമ്മയ്ക്ക് പേടിയായിരിക്കും നീ എന്തെങ്കിലും ഭക്ഷണത്തിൽ ഇട്ട് തന്നാലോ എന്ന് കരുതിയിട്ട്. അല്ലാതെ വല്യമ്മ ഒരിക്കലും നിനക്കായിട്ടൊന്നും ചെയ്യില്ല, അതുറപ്പാ. അങ്ങനെ ദേവിയാനി ഭക്ഷണം കഴിക്കാനായിട്ട് നയനയെ വിളിക്കുന്നുണ്ട്. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുമായിരിക്കും അനാമിക. നീയും വാ എന്ന് അനാമികയെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ നയനയ്ക്കായിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ തയ്യാറാക്കി കാണുമ്പോൾ അനാമികയ്ക്ക് അത് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല.
ദേഷ്യം കൊണ്ട് അനാമിക അടുക്കളയിൽ ചെന്ന് നയനയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറികളിലെല്ലാം ഉപ്പ് വാരി ഇടുകയാണ്. അങ്ങനെ ആ പ്ലേറ്റോട് കൂടി നയനയ്ക്ക് ഭക്ഷണം കൊണ്ട് വെക്കാണ്. നയനെ നീ ഇരിക്ക് എന്നും പറഞ്ഞ് ദേവയാനി നയനയെ ഇരുത്തുകയാണ്. കറികളൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അനാമികയോട് ഇരിക്കാനായിട്ട് പറയാ. വേണ്ട വല്യമ്മേ, എനിക്കിപ്പോൾ അത്ര വിശപ്പില്ല, ഞാനിപ്പോൾ കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് അനാമിക നോക്കി നിൽക്കുന്നുണ്ട്. കറികളിൽ ഉപ്പോട് കൂടി തന്നെ ആയിരിക്കും വിളമ്പി കൊടുക്കുന്നത്. അമ്മ ഇത്രയും സ്നേഹത്തോടെയൊക്കെ വിളമ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് ഉപ്പുണ്ടെങ്കിലും അത് ദേവയാനിയോട് തുറന്നു പറയുന്നുണ്ടായിരിക്കില്ല. അത് സഹിച്ചും ആ ഭക്ഷണം കഴിക്കുകയാണ്.